ഡൽഹിയിൽ 3 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചേർന്ന് ഇല്ലാതാക്കിയത് ഒരു കൗമാരക്കാരന്റെ ജീവനാണ്. പ്രതികളിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞായിരുന്നു ഈ കൊലപാതകം. ഡൽഹിയിലെ ദയാൽപൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. 16 വയസ്സുകാരനായ ആൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ വീട്ടിൽ നിന്നും 16-കാരനെ വിളച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു ഈ മൂവർ സംഘം. എന്നാൽ സമയമേറെ കഴിഞ്ഞിട്ടും മകൻ തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വീടിന് സമീപത്ത് തന്നെ മകൻ അബോധാവസ്ഥയിൽ കിടക്കുന്നത് അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 16 വയസ്സുകാരൻ മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തെപ്പറ്റി മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. मेरे बच्चे को 8 बजे घर से निकला है जी। वो मैंने उसको चांद मस्जिद पे देखा 8:45 बजे। मैं हॉस्पिटल जा रहा था, मैं उसको वहाँ छोड़ के गया हूँ। उसके बाद में फिर मेरे को जो है ना 12 साढ़े 12 बजे खबर मिली कि उसका 3-4 लड़कों ने मिलकर मर्डर कर दिया, चाकू छुरी मार दी उसमें। पुलिस से आप लोगों की बात हुई है अभी? जी, पुलिस वालों से बात हुई थी। पुलिस वालों ने हमें भेज दिया, कहने लगा आप घर चले जाओ और 9-10 बजे करीब आना, बाकी हम कार्रवाई कर रहे हैं, उन जो बच्चों ने मारा है उनको पकड़ेंगे। अब मैं प्रशासन से बस यही चाहता हूँ सर कि मतलब उन बच्चों को, या बच्चे हैं या बड़े हैं या जो भी हैं, उनको कड़ी से कड़ी सजा मिले सर। കൊല്ലപ്പെട്ട കുട്ടി തങ്ങളിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയതിലെ വൈരാഗ്യമായിരുന്നു ആ മൂവർ സംഘം കൊലപാതകം നടത്തിയതിന് പിന്നിലെ കാരണം. പ്രാഥമിക അന്വേഷണത്തിൽ 13-നും 17-നും ഇടയിൽ പ്രായമുള്ള 3 പ്രായപൂർത്തിയാകാത്തവരാണ് ആൺകുട്ടിയെ ആക്രമിച്ചതെന്ന കണ്ടെത്തലിന് പിന്നാലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച കത്തിയും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. രാത്രി ഏകദേശം 8 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് പിന്നീട് അറിഞ്ഞതെന്നാണ് കൊല്ലപ്പെട്ട 16-കാരന്റെ അമ്മയുടെയും വെളിപ്പെടുത്തൽ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗുരു തേജ് ബഹാദൂർ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.